ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്ത്രീകളുടെ ഫോട്ടോകളും വീഡിയോസുകളും ഇന്ന് നമ്മുടെ മൊബൈലുകളിലും സ്ക്രീനുകളിലും ധാരാളം കാണാൻ കഴിയും. പരസ്യങ്ങൾ സ്ത്രീകളുടെ നഗ്നമായ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളും ഉണ്ട്. ഇത്തരം നഗ്നമായ ഭാഗങ്ങൾ നോക്കുന്നതിന്റെ വിധി എന്ത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സ്ത്രീകളുടെ നഗ്നമായ മുഴുവൻ ഭാഗങ്ങളും ഇല്ലെങ്കിലും അവളുടെ മുഖം മാത്രമാണെങ്കിലും ഫോട്ടോകളും വീഡിയോസുകളിലൂടെയും കണ്ണാടികളിലൂടെയൊക്കെ അത് നോക്കുന്നതിന്റെ വിധി എന്ത് എന്ന് ചോദിച്ചാൽ, നോക്കുമ്പോൾ ആനന്ദവും വികാരമോ ആനന്ദമോ അതിനാലുള്ള ഒരു സുഖമോ ലഭിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള നിലക്കുള്ള നോട്ടം തീർച്ചയായും ഹറാമാണ്. അത് മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആനന്ദത്തോടെയും വികാരത്തോടെയും സുഖത്തോടെയുമുള്ള നോട്ടം അത് അവരുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്ക് നോക്കലും, മുഖത്തേക്ക് മാത്രമാണെങ്കിലും കയ്യിലേക്ക് മാത്രമാണെങ്കിലും നഗ്നമായിട്ടുള്ള സ്ഥലത്തേക്കാണെങ്കിലും എന്താണെങ്കിലും ആനന്ദത്തോടെയും വികാരത്തോടെയുമുള്ള നോട്ടമാകുമ്പോൾ അത് കടുത്ത ഹറാം ആകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മള് ഇത്തരം വീഡിയോകളൊക്കെ കാണുമ്പോൾ, ഇത്തരം ഫോട്ടോകളൊക്കെ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പുരുഷന്മാർ ശ്രദ്ധിക്കണം. അത് ഹറാം വരുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അത് നമ്മുടെ എല്ലാ കിതാബുകളിലും രേഖപ്പെടുത്തിയതാണ്. ഖുർആൻ പഠിപ്പിച്ചു, കുല്ലിൽ മുഅ്മിനീന യഗുല്ലു മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളെ തങ്ങൾ പറയൂ, അവർ കണ്ണ് ചുമ്മിക്കളയട്ടെ, കണ്ണ് ചുമ്മണം. വയഹ്ഫദു ഫുറൂജഹും, അവരുടെ ഗുഹ്യസ്ഥാനം സൂക്ഷിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അന്നദറു സിനാഹും അൽ ഐനാനി സിനാഹും അന്നദർ, രണ്ട് കണ്ണിന്റെ വ്യഭിചാരം നോട്ടമാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമുക്ക് തിന്മകൾ മാറി നിൽക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.